ട്രെക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാനൊന്ന് ചോദിച്ചു. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. യാത്ര പറയാൻ കുട്ടികളൊക്കെ ആയിട്ട് വിത്ത് ഫുൾ ഫാമിലി അവരെത്തിയിട്ടുണ്ട്. ചില പോയിന്റ്സ് അവരേറി ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 5-10 മിനിറ്റൊക്കെയാണ് വെയിറ്റ് ചെയ്തത്. കോട കുറച്ചൊന്ന് മാറിയപ്പോൾ കിട്ടിയ വ്യൂ ആണ്. സ്റ്റെപ്പിലെ കുഴിയിൽ കൈ ടൈറ്റ് ചെയ്ത് പിടിച്ച് തിരിഞ്ഞു നിന്നാണ് കൂടുതൽ പേര് ഇറങ്ങുന്നത്. ഹരിയർ ഫോർട്ടിന്റെ ആ 110 സ്റ്റെപ്പുകൾ നമ്മൾ കയറാൻ തുടങ്ങുകയാണ്. ചെക്കന്മാര് റീലൊക്കെ എടുക്കുന്ന മെയിൻ സ്പോട്ടിൽ ഒന്ന് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കിട്ടി. ഞങ്ങള് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. അവിടെ കൈ പിടിക്കാൻ ഒരു ഫുൾ ഷീറ്റ് മനോരമ, വാട്ടിയ വാഴയില, ഒരു 5-6 തവി ചോറ്, വെളുത്തുള്ളി അച്ചാറ് ആവശ്യത്തിന്. 1, 2, 3, 4, 5. ദിസ് ഈസ് ചാള വറുത്തത് അഥവാ മത്തി പൊരിച്ചത്. പിന്നെ മിൽമയുടെ ഗീ കുപ്പിയിൽ കുറച്ച് മോരുകറിയും. വളരെ ലൈറ്റായിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ. ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേയിലെ ഡിന്നർ നമ്മൾ പൊതിഞ്ഞ് ബാഗിലാക്കിയിട്ടുണ്ട്. മഴ ഒന്ന് പെയ്തൊഴിഞ്ഞിട്ടേ ഉള്ളൂ. അനിയനോട് ടാറ്റയും പറഞ്ഞ് ഞാൻ ഇറങ്ങി. പുറകെ തന്നെ നമ്മുടെ ചങ്ങായി എത്തി. കോഴിക്കോട് എത്തിയപ്പോൾ ആദ്യം മൈൻഡ് വന്നത് ബിരിയാണിയാണ്. കഴിച്ച്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിന്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിക്കൊണ്ട് വെയിറ്റിംഗ് റൂമിൽ കയറി. ട്രെയിന് 10 മിനിറ്റ് മാത്രമേ ഡിലേ ആയുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഹരിയർ ഫോർട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് നാസിക് വരെ 666 രൂപയാണ് സ്ലീപ്പർ ക്ലാസ് ചാർജ് വരുന്നത്. ടിക്കറ്റ്സ് ഞങ്ങൾ 1 മാസം മുമ്പേ ബുക്ക് ചെയ്തിരുന്നു. പുറത്ത് മൊത്തം കണ്ടുമെടുത്ത കാഴ്ചകളാണെങ്കിലും വയലും തെങ്ങുന്തോപ്പും പുഴയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഫീലിന് ഒരു കുറവുമില്ല. ട്രെയിൻ ഇപ്പോൾ ബേക്കൽകോട്ട് എത്താനായിട്ടുണ്ട്. ഫ്രണ്ടിൽ വയൽ, അതിന് പിറകിൽ കുറേ മരങ്ങൾ, അതിൻ്റെയും പിറകിൽ കടൽ, നല്ല വൈബ് സീന്. ഇത് ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണെന്ന് തോന്നുന്നു. ആകാശൂഞ്ഞാലൊക്കെ കണ്ടില്ലേ. ഇരുട്ടായി, പുറത്തെ കാഴ്ചകളും കാണാതായി തുടങ്ങി. പിന്നെ എല്ലാവരും കൂടെ കുറേ ലൂഡോ കളിച്ചും സംസാരിച്ചു സമയം കളഞ്ഞു. ഫൈനലി ദ ഡിന്നർ. 4-5 പേര് ഒരുമിച്ച് ഒരേ ഇല എന്നുള്ള ഫുഡടി കുറേ നാളുകൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. സോ ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. ചോറെന്ന് വിശപ്പ് മാറായിട്ട് ഒരു ബിരിയാണി കൂടെ വാങ്ങി. അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു ചേട്ടൻ ട്രെയിനിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ എവിടെയാണുള്ളത്. ബ്രഷ് ചെയ്ത് നേരെ സീറ്റിൽ പോയിരുന്നു. വടാപ്പാവാലയും ചായവാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. ഒരാളെ വിളിച്ച് വടാപ്പാവ് പറഞ്ഞു. ഈ ഐറ്റം ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. 2 ബന്ന്, 2 മസാല ബോണ്ട, ഒരു പച്ചമുളക്, കുറച്ച് ചമ്മന്തിപ്പൊടി, 35 രൂപ. ഞാൻ ബന്നിൻ്റെ ഒരു പീസ് എടുത്ത് ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഡാ ഇതിങ്ങനൊന്നും അല്ലടാന്ന് പറഞ്ഞ് ഒരുത്തം വന്നത്. ബണ്ണ് നടുക്ക് വെച്ച് കീറി അതിൻ്റെ ഇടയിലോട്ട് ഈ ബോണ്ട കയറ്റി വെച്ച് വേണം കഴിക്കാൻ. ദ കറക്റ്റ് വേ. ട്രെയിൻ ഇപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ ഒരു ടണലിലൂടെയാണ് നീങ്ങുന്നത്. വലിയ മലകൾ, അതിനിടയിൽ ഒഴുകുന്ന അരുവികൾ, ഈ കാഴ്ചകൾ തന്നെയാണ് ഇനി മെയിനായിട്ട് അങ്ങോട്ട്. കൊങ്കൺ റെയിൽവേയിലെ മെയിൻ വാട്ടർഫാൾ അട്രാക്ഷൻ ദൂദ്സാഗറാണ്. ഇന്നലെ രാത്രിയാണ് നമ്മൾ അതിലൂടെ പാസ് ചെയ്തത്. കർണാടക ഗോവ ബോർഡറിലാണ് അതുള്ളത്. ഇന്ത്യയിലെ തന്നെ പ്രധാന 5 വെള്ളച്ചാട്ടങ്ങളിലൊന്നാണത്. അത് നമ്മൾ മിസ് ചെയ്യെങ്കിലും വേറെ ചെറിയൊരു വാട്ടർഫാൾ നമ്മുടെ ക്യാമറ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. പിന്നെ 100 കണക്കിന് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ട്രെയിൻ ട്രാക്കിന് അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ചില ടണലുകൾ ഇരുട്ടാണെങ്കിലും ചിലതിൽ നല്ല പോലെ ലൈറ്റുകളുണ്ട്. ഇരുവശത്തുമായി ഇടവിട്ട് ചെറിയ ഗുഹ പോലുള്ള സെറ്റപ്പുകളും ഉണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളാവാത്. ചില ടണലുകൾ കിലോമീറ്ററുകളോളം നീണ്ടു കിടപ്പുണ്ട്. പെരുമഴയത്ത് റെയിൻകോട്ട് ഇട്ടും ഇടാതെയും ഒരുപാട് ആളുകൾ ഇവിടെയൊക്കെ പണിയെടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടം വരും. അത്രയധികം ബുദ്ധിമുട്ടുകൾ അവർ ഈ ജോലി സ്ഥലങ്ങളിൽ അനുഭവിക്കുന്നുണ്ടാവും. ഈ ഇരുട്ടിൽ പെട്ടെന്നൊരു അപകടം പറ്റിയാൽ ഒരു നല്ല ചികിത്സ പോലും ഇവർക്ക് വെറും സ്വപ്നം മാത്രമാണ്. ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കാണണമെന്ന ആഗ്രഹം പെട്ടെന്ന് തന്നെ നടന്നു. ഒരു ടണലെത്തിയപ്പോൾ ട്രെയിൻ നിന്നു. ആദ്യം കണ്ണുടക്കിയത് ചെറിയൊരു വെള്ളച്ചാട്ടത്തിലായിരുന്നു. ഉക്ഷി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ നെയിം ബോർഡിന് ചേർന്ന് തന്നെയാണ് വെള്ളച്ചാട്ടവും. ഒരുപാട് ആളുകൾ ഇപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ആ ടണലിൻ്റെ ഭാഗത്തോട്ടൊന്ന് പോവാം. 150-ൽ കൂടുതൽ പാലങ്ങൾ കൊങ്കൺ റെയിൽവേയിലൂടെ കടന്നു പോകുന്നുണ്ട്. 750 കിലോമീറ്ററാണ് ഏകദേശ നീളം. അതിൽ 84 കിലോമീറ്ററും ഇതേപോലുള്ള ടണലുകളാണ്.
മൊത്തം 92 ടണലുകൾ. അതിൽ ഏറ്റവും വലുത് 6.5 കിലോമീറ്റർ നീളമുള്ള കർബുഡെ ടണലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഉക്ഷി സ്റ്റേഷനും ബോക്കെ സ്റ്റേഷനും ഇടയിലാണ് കർബുഡെ ടണൽ. ഇതേപോലെയുള്ള 100 കണക്കിന് മലകളും വലിയ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ തുറന്നു നിർമ്മിക്കപ്പെട്ട കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ലോകത്തെ വിസ്മയങ്ങളിലൊന്നായാണ് കരുതപ്പെടുന്നത്. അത് ഇത്ര അടുത്ത് നേരിട്ട് കണ്ടറിയുന്നത് വേറെ ലെവല് ഫീലാണ്. ഇതിൻ്റെയൊക്കെ കപ്പിത്താൻ ഒരു മലയാളി കൂടെയാണെന്ന് ഓർക്കുമ്പോൾ അതിരടി രോമാഞ്ചം. ദ മെട്രോമാൻ ഇ ശ്രീധരൻ. മഴ നല്ല രീതിയിൽ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു ട്രെയിൻ കയറി വന്നത്. ഭായിമാരൊക്കെ നല്ല വൈബിലാണ്. ട്രാക്കിൽ ഇറങ്ങി നിന്ന് ഒരു ട്രെയിൻ പോണത് കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ ട്രെയിൻ പതുക്കെ മൂവ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 പേരെ പരിചയപ്പെടാം. ആ 2 പേർ ഇവരല്ല, പക്ഷെ ഇവരും അവരുടെ കൂടെ തന്നെ ഉള്ളതാണ്. പുള്ളിക്കാരി സ്കോട്ട്ലൻഡുകാരിയാണ്. ഇന്ത്യയിൽ യോഗ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ചെക്കൻ നമ്മുടെ തൃശ്ശൂർ കടിയാണ്, എ പ്രൊഫഷണൽ ടാറ്റു ആർട്ടിസ്റ്റ്. 2 പേരും ഹിമാലയം ഋഷികേശ് എന്നുള്ള വരവാണ്. ലാൻഡ് സ്ലൈഡ് ഓഫ് സീസണും കാരണം നാട്ടിലോട്ടുള്ള യാത്രയാണ്. പറയാൻ വിട്ടു, ഇത് റിട്ടേൺ യാത്രയിലെ വിഷ്വൽസാണ്. അവർ വരുന്ന വഴി കൂടെ കൂട്ടിയതാണ് ഈ പട്ടികളെ. ട്രെയിന് കണ്ണൂർ എത്തിയപ്പോൾ TT ആയിട്ട് ഇവർ കുറച്ച് സീനായി. ആനിമൽസിനെയും പെറ്റ്സിനെയും ഒന്നും ഇങ്ങനെ കൊണ്ടുവരാൻ പാടില്ലെന്ന് എന്തോ റൂൾസൊക്കെ ഉണ്ട്. 6000 12,000 TT ഫൈൻ പറഞ്ഞത്. പിന്നെ അവരതെങ്ങനെയൊക്കെയോ ഡീൽ ചെയ്തു. ഇടയ്ക്ക് ഓരോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും എല്ലാവരുടെയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇവരായിരുന്നു. ട്രെയിൻ ഇപ്പോൾ രത്നഗിരി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്റ്റേഷനാണിത്. ഇവിടുന്ന് വാങ്ങിയ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുക്കുംബറൊക്കെ ഇതേപോലെ വൃത്തിയാക്കി തരും. പഴം ഇവിടെ തൂക്കിയല്ല, എണ്ണിയാണ് കൊടുക്കുന്നത്. 6 എണ്ണം 50 രൂപ. പിന്നെ ഇവിടുത്തെ ഇഡ്ലിയും ചട്നിയും പൊള്ളി ടേസ്റ്റാണ്. 3 എണ്ണം 40 രൂപ. പൈസയ്ക്ക് പക്ക മുതൽ. ഒരിക്കലെങ്കിലും കൊങ്കൺ റെയിൽവേയിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക്, പുറത്തെ കാഴ്ചകൾ മതിയൊരുവോളം കണ്ടു തീർത്തിട്ടുള്ളവർക്ക്, പിന്നെ കേരളത്തിൻ്റെ ഹരിതാപയും പച്ചപ്പും വർണ്ണിച്ച് പാടി പുകഴ്ത്തുന്നവരെ കണ്ട നല്ല അൾട്ടിമേറ്റ് പുച്ചടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അമ്മാതിരി കാഴ്ചകളാണ് ഈ ട്രെയിൻ റൂട്ട് നമ്മൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. ആ കാഴ്ചകളുടെ പകുതി പോലും നമുക്ക് ക്യാമറയിൽ പകർത്താനായിട്ടില്ല. ഒരു ഡോർ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ മറ്റേ ഡോർ സൈഡിലെ കാഴ്ചകൾ മിസ്സാകും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഡോർ സൈഡെങ്കിലും കിട്ടുക എന്നുള്ള തന്നെ വേറൊരു വലിയ ടാസ്ക്കാണ്. ആളൊഴിഞ്ഞൊരു ഡോർ സൈഡ് കിട്ടാൻ 2-3 ബോഗികൾ വരെ നടന്നു പോയിട്ടുണ്ട്. ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ പ്രകൃതി സ്നേഹിയായിട്ടുള്ളത്, വേറെയും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരുടെ കയ്യിലൊക്കെ ക്യാമറയും. അതിൻ്റെ ഇടയിൽ കൂടെ വേണം ഷൂട്ടിങ്. ഡോർ സൈഡിൽ നിന്ന് ഒന്ന് സ്ലിപ്പായാൽ പിന്നെ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങേണ്ടിയും വരും. സോ ഇത് കുറച്ച് അഡ്വഞ്ചറസ് പരിപാടിയാണ്. നല്ല റൈസ് പ്രൊഡക്ഷനും റൈസ് മിൽസും ഉള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര. ട്രെയിൻ കാഴ്ചകളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് പാടങ്ങളിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ മഴയത്ത് പോലും റെയിൻകോട്ടിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ പാടങ്ങളിൽ നമുക്ക് കാണാം. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നദികളിലൊന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ പേരറിയില്ല. പക്ഷേ ഇതൊക്കെ കണ്ട് വണ്ടറടിക്കാൻ ഒരു പേരിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. ട്രെയിനിനകത്തെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ഇവരൊക്കെയാണ്. അവർ ചുമ്മാ ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയാവും. ട്രെയിനിലിരുന്ന് മരുക്കുമ്പോൾ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി വെറുതെ ഇങ്ങനെ നടക്കുന്നതാണ് വേറൊരു എൻ്റർടൈൻമെൻറ്റ്. ദൂരെ നിന്ന് കണ്ടപ്പോൾ വളരെ എസ്തെറ്റിക്കായി തോന്നിയ രൂപത്തിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് ഒരു വേസ്റ്റ് ബിന്ന്. അതിൻ്റെ പുറത്ത് മുറുക്കി തുപ്പിയോടെ കണ്ടപ്പോൾ മനസ്സങ്ങോട്ട് നിറഞ്ഞു. 1-2 മണിക്കൂറിനുള്ളിൽ നമ്മൾ നാസിക്കിലെത്തും. പുറത്ത് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നാസിക്കിന് മുന്നേ ഉള്ള വേറെ ഏതോ വലിയ സിറ്റിയാണെന്ന് തോന്നുന്നു. ഒരുപാട് വീടുകൾ ഇങ്ങനെ അടുത്തടുത്തായി ഉണ്ടാക്കി വെച്ച് കാണുന്നുണ്ട്. ഒരു വലിയ ഓവർ ബ്രിഡ്ജ് മേലക്കൂടെ പോകുന്നുണ്ട്. ദൂരെ നിന്ന് കണ്ടപ്പോൾ കാര്യമായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും അടുത്തെത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായത്. ഫ്രണ്ട് കാണുന്നതിനേക്കാളും ലെങ്തിൽ പുറകിലോട്ടും ഇത് നീണ്ടു കിടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഫ്ലാറ്റിൻ്റെയും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. വലിയ ഏതോ ഫാക്ടറിയാണ്. പുറത്തോട്ട് നന്നായിട്ട് പുകയടിച്ചു വിടുന്നുണ്ട്. ഫൈനലി നമ്മൾ നാസിക്കിൽ എത്തിക്കഴിഞ്ഞു. പ്ലാറ്റ്ഫോമിൽ 2 ഉണ്ട കണ്ണുകൾ നമ്മളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കൊച്ചിൻ്റെ പുറകെയാണ് പോണതെങ്കിലും ഇതിൽ കുറച്ച് റിസ്ക് എലമെൻസ് ഉണ്ട്. അടിക്കൊന്നും ഒരു മയം ഉണ്ടാവില്ല. സ്റ്റെപ്സ് കയറി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിടന്ന വെയിറ്റ് ടു ബസ് സ്റ്റാൻഡ് ബോർഡ് കാണാം. അത് നേരെ ഇറങ്ങിച്ചെല്ലുന്നത് ബസ് സ്റ്റാൻഡിലോട്ടാണ്. പക്ഷെ നമ്മളെ വരവേറ്റത് ഓട്ടോക്കാരും ടാക്സിക്കാരുമാണ്. നമ്മുടെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ത്രംബകേശ്വറിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. 5 പേർക്കും കൂടെ 700-800 രൂപയാണ് അവരുടെ ലാസ്റ്റ് പ്രൈസ്. നമുക്കത് പറ്റാത്തതുകൊണ്ട് ബസ് തന്നെ നോക്കി നടന്നു. ഇതാണ് ത്രംബകേശ്വറിലേക്കുള്ള ബസ്. 245 എന്ന് പുറത്തെഴുതി കാണും. നാസിക്കിൽ നിന്ന് ത്രംബകേശ്വറിലേക്കുള്ള ബസ് ചാർജ് ഒരാൾക്ക് 70 രൂപയാണ്. ഇവിടെ ടിക്കറ്റിൽ സംഖ്യകൾ എഴുതുന്നത് മറാഠിയിലാണ്.
5 എന്ന് എഴുതുന്നത് നമ്മുടെ 4 പോലെയാണ്. മലയാളത്തിലെ ഈ അക്ഷരം തിരിച്ചിട്ട് കഴിഞ്ഞാൽ മറാത്തിയിൽ 7 ആയി. 3-ന് ചെറിയൊരു വാലുണ്ടെന്നാ മാറ്റമേ ഉള്ളൂ. ടോട്ടല് 70 × 5 350 രൂപ. യാത്ര തുടങ്ങി. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിലെ 4ാമത്തെ വലിയ സിറ്റിയാണ് നാസിക്. കുംഭമേളയുടെ മെയിൻ സൈറ്റുകളിലൊന്ന്. കുറച്ച് ഐതിഹ്യമൊക്കെ പറയുകയാണെങ്കിൽ അയോധ്യ രാജാവായ രാമൻ തൻ്റെ 14 കൊല്ലത്തെ വനവാസകാലത്ത് നാസിക്കിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ രാമന്റെ സഹോദരനായ ലക്ഷ്മണൻ ഗോദാവരിയുടെ തീരത്ത് വെച്ച് ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ചൊരു സംഭവമുണ്ട്. ആ സ്ഥലമാണ് പഞ്ചവടി. പഞ്ചവടിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുരാതന നഗരമായതിനാൽ കുറേ പേരുകളും നാസിക്കിനുണ്ട്. പത്മനഗർ, ത്രിഖാണ്ടക്, ജനസ്ഥാന, നവാഷിക്. മുഗൾ ഭരണകാലത്തെ പേര് ഗുൽഷാനാബാദ്. അത് കഴിഞ്ഞായിരിക്കാം ഛത്രപതി ശിവജി മഹാരാജ് വന്നത്. ഇന്ന് ഈ നഗരത്തിൽ എവിടെ തിരിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പ്രതിമകളും ഫ്ലെക്സ് ബോർഡുകളും നമുക്ക് കാണാം. ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണെന്ന് തോന്നുന്നു. പ്രേമത്തിൻ്റെ തെലുങ്ക് വെർഷൻ കണ്ടിട്ടാണ് നിവിൻ പോളിനോടൊക്കെ ഒരു ബഹുമാനം തോന്നി തുടങ്ങുന്നത്. അതേ ബഹുമാനം ഇപ്പം നമ്മുടെ KSRTCനോടും ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അത് അറ്റ്ലീസ്റ്റ് കഴുകാറെങ്കിലും ഉണ്ട്. ത്രംബകേശ്വറിലെത്തിയിട്ടുണ്ട്. സമയം 7:15. ബസ് നിർത്തുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ചായക്കടയുണ്ട്. പിന്നെ രണ്ടാമൊന്നും ചിന്തിച്ചില്ല. ഇവിടുത്തെ ചായയൊക്കെ അടിപൊളിയാട്ടോ. ഇഞ്ചിയാണ് ഇതിലെ മെയിൻ സംഭവം. നമ്മുടെ നാട്ടിൽ ചായയിൽ ഇഞ്ചി ഇട്ട 15, 20, 25 ഇവിടെ ഇപ്പോഴും 10 രൂപയുള്ളൂ. ചായക്കടയുടെ അടുത്തുള്ള വഴിയിലൂടെ നടന്ന തിന്നാനും കുടിക്കാനും ഉറങ്ങാനൊക്കെ കുറേ സെറ്റപ്പുകൾ ഉണ്ടെന്നാണ് ബായി പറഞ്ഞത്. ഞങ്ങൾ നടക്കാൻ തുടങ്ങി. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. 5 ആൾക്ക് റൂമിന് 1500, 2000, 3000 പലരും റേറ്റ് പറഞ്ഞത്. 1200 റേറ്റ് പറഞ്ഞ ആളുടെ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റൂം തീരെ ചെറുതാണ്. തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. സന്ത് നിവാസ് എന്ന ലോഡ്ജിലാണ് പിന്നെ കയറിയത്. അവിടെ കണ്ട റൂം ഇതാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. എക്സ്ട്രാ ബെഡ്സ് അവൈലബിൾ ആണ്. വൃത്തിയുള്ള ബാത്റൂമും. 5 ആൾക്ക് 1000 രൂപയാണ് പറഞ്ഞെങ്കിലും ലാസ്റ്റ് 800 രൂപയ്ക്ക് ഡീലാക്കി. ഒരാൾക്ക് 160 രൂപ മാത്രമേ റൂം എക്സ്പെൻസായി വന്നുള്ളൂ. ഇനി അവിടുത്തെ റൂൾസ് നോക്കുകയാണെങ്കിൽ റൂം ടൈം 24 മണിക്കൂറല്ല. നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. അത് കഴിഞ്ഞാൽ റൂമിന് എക്സ്ട്രാ ചാർജസ് ഇടും. നമ്മൾ രാവിലെ 4 മണിക്ക് തന്നെ വെക്കേറ്റ് ചെയ്ത് ട്രക്കിങ്ങിന് പോകുന്നതുകൊണ്ട് നമുക്കതൊരു വിഷയമായിട്ട് വരുന്നില്ല. ത്രംബകേശ്വറിൻ്റെ രാത്രി കാഴ്ചകൾ കാണാനും രാവിലെ പോകാനുള്ള ടാക്സി ഒപ്പിക്കാനൊക്കെ ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു. എന്താണെന്നറിയില്ല, ഇങ്ങനെ എന്തെങ്കിലും അന്വേഷിച്ചിറങ്ങിയാൽ ചാത്തന്മാർ ആദ്യം കൊണ്ടുവരുത്തുന്നത് ഇങ്ങനെ ഏതെങ്കിലും ബിരിയാണി കടയുടെ ഫ്രണ്ടിലായിരിക്കും. ജസ്റ്റ് മലബാർ തിങ്സ്. ക്ഷേത്ര നഗരമായ ത്രംബകേശ്വറിലെ ഏക നോൺ വെജ് സംഭവം ഇതാണ്. ബാക്കിയെല്ലാം വെജ് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഒരു ഉമ്മയും മോനും കൂടിയാണ് ഇത് നടത്തുന്നത്. ഈവനിങ്ങിൽ മാത്രമുള്ള കച്ചവടം. 4-5 ചിക്കൻ സമൂസയും ഒരു ബിരിയാണിയും വാങ്ങി ഞാൻ റൂമിൽ പോയി. സമൂസ നല്ല കിടിലം ഐറ്റമാണ്. മുക്കി കഴിക്കാൻ ഒരു റെഡിഷ് ചട്നിയും എക്സ്ട്രാ സവോളയുണ്ട്. ജസ്റ്റ് 10 രൂപ മാത്രമാണ് ചിക്കൻ സമൂസയ്ക്ക്. ബിരിയാണിക്ക് 70. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരുന്നു. ടേസ്റ്റ് ഒരു എബവ് ആവറേജ്. ബട്ട് സമൂസ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പിന്നെയും പോയി വാങ്ങിയിരുന്നു. ബിരിയാണി വാങ്ങാനല്ല, ടാക്സി തപ്പാനാണ് പോയെന്ന് ഓർമ്മ വന്നപ്പോൾ വീണ്ടും റോഡിലോട്ടിറങ്ങി. ഷോപ്പിങ്ങിന് ഒരുപാട് കടകളും വെജ് റെസ്റ്റോറൻറ്റുകളും പഞ്ചാബി റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിട്ട് രാത്രിയിലും വളരെ ആക്റ്റീവാണ് ത്രംബകേശ്വർ. ഓട്ടോ ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞ വേറൊരു ഓട്ടോക്കാരൻ്റെ ഓട്ടോയിലാണ് ഞാനിപ്പോൾ. ഈ പുള്ളി നാസിക് സ്റ്റാൻഡിലെ ഓട്ടോക്കാരനാണ്. ഇവിടെ നിന്ന് ഓട്ടം പിടിക്കാൻ പറ്റില്ല. ഹരിയർ ഫോർട്ടിൻ്റെ ട്രക്കിംഗ് പോയിന്റിലേക്ക് 5 ആൾക്ക് 1500 രൂപയാണ് പറഞ്ഞത്. അവിടെ കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനുമാണ് ഈ റേറ്റ്. 14-15 കിലോമീറ്റർ മാത്രമേ ട്രക്കിംഗ് പോയിന്റിലേക്കുള്ളൂ. ലാസ്റ്റ് 1200 രൂപ വരെ എത്തി. ഓട്ടോക്കാരൻ്റെ നമ്പർ വാങ്ങി. ഷെയർ ടാക്സിയുടെ റേറ്റ് കൂടെ ഒന്ന് നോക്കാൻ തീരുമാനിച്ചു. ഇത് ത്രംബകേശ്വർ ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ നേരെ നടന്നാൽ നമ്മൾ സ്റ്റാർ ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തും. ഇവിടെ നിന്നാണ് ഹരിയർ ഫോർട്ടിലേക്ക് ഷെയർ ടാക്സി കിട്ടുന്നത്. രാവിലെ 5:30 മുതൽ ഇവിടെ നിന്ന് ഷെയർ ടാക്സി ഓടി തുടങ്ങും. ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ത്രംബകേശ്വറിലെ മെയിൻ സംഭവം കാണിച്ചില്ലേ, മോശമല്ലേ? ഇതാണ് ത്രംബകേശ്വർ ശിവക്ഷേത്രം. ബട്ട് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ 2 സെക്യൂരിറ്റി ചേട്ടന്മാർ എന്തൊക്കെയോ ചെക്ക് ചെയ്ത് കുറച്ച് പേരെ അകത്തോട്ട് കയറ്റുന്നുണ്ട്. ബാക്കിയുള്ളവരോട് പുറകിലൂടെ കയറാൻ പറയുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്. ഒരാൾക്ക് 200 രൂപ കൊടുത്താൽ ദർശനം നടത്താം. അതിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ബാക്ക് അടിച്ചു. രാവിലെ 4:30 ആയപ്പോൾ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ലഗേജ് മൊത്തം എടുത്ത് ട്രക്കിങ്ങിന് കൊണ്ടുവന്ന് പോസിബിൾ അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം വേണ്ട ഐറ്റംസിലേക്ക് റെയിൻകോട്ട്, കൊട, പവർ ബാങ്ക്, വാട്ടർ ഒക്കെ ഒരു ബാഗിലാക്കി ബാക്കിയെല്ലാം ഇവിടുത്തെ ഓഫീസ് റൂമിലും. തിരിച്ചു വരുന്നവരെ അവർ സേഫായി നോക്കിക്കോളും. ഷെയർ ടാക്സി ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ 4:45 ആയപ്പോഴേ നല്ല തിരക്കാണ്. പൂജയ്ക്കുള്ള പൂക്കൾ വിൽക്കുന്ന കച്ചവടക്കാർ ഇപ്പോഴേ സജീവമാണ്. മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്.
ടാക്സി കിട്ടുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ആരെയും കാണാനില്ല. പെട്ടെന്നാണ് ഇരുട്ടിൽ നിന്ന് ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. ഒരാൾക്ക് 200 രൂപയാണ് ബായി പറഞ്ഞത്, കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും. ട്രെക്കിങ് കഴിയുന്നവരെ ബായി താഴെ വെയിറ്റ് ചെയ്തോളാന്നാ പറഞ്ഞത്. ട്രെക്കിങ്ങിനായിട്ട് ഞങ്ങളാണ് ഇന്നിവിടെ ആദ്യം എത്തിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2 കണ്ണൂരുകാരുടെ കാൽപാദങ്ങൾ ആ വണ്ടിയിൽ നേരത്തെ പതിഞ്ഞിരുന്നു. ഷമ്മാസും ആൽബിനും. हेलो निर्गुड़पाड़ा नहीं जाएगी, हर्षवाड़ी जाएगी. हर्षवाड़ी जाओ भाई, ओ पागल है. അതായത് ത്രംബകേശ്വറിൽ നിന്ന് നമുക്ക് 2 വഴികളിലൂടെ ഹരിയർ ഫോർട്ടിലേക്ക് എത്താം. നിർഗുഡ്പാട വഴിയും ഹർഷവാടി വഴിയും. ഷെയർ ടാക്സി ഓട്ടോയൊന്നും സാധാരണ നിർഗുഡ്പാട വഴി പോകില്ല. കാരണം ആ വഴിയിലെ റോഡ് നല്ല മോശമാണ്. 9-10 കിലോമീറ്റർ എക്സ്ട്രാ ഓടാനുമുണ്ട്. പക്ഷെ ആ റൂട്ടിൽ ഒരുപാട് നല്ല കാഴ്ചകളുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. സ്വന്തം വണ്ടിയിലോ ബസ്സിലോ ആണ് കൂടുതലും ആ വഴി ആളുകൾ പോകുന്നത്. ബസ് കിട്ടാൻ 8-8:30 കഴിയും. എല്ലാവർക്കും ചായ കുടിക്കാനുള്ളൊരു മൈൻഡുള്ളതുകൊണ്ട് ഒരു കടയിൽ നിർത്തി. ഇവിടെ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇഞ്ചി ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പാലും ചായപ്പൊടി ഇട്ട് ഇപ്പോൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഇഞ്ചി സ്ലൈസ് ചെയ്തിടും. അവസാനമായിട്ട് ഈ പുല്ല് കുറേ ചുരുട്ടിക്കൂട്ടി കെട്ടി ഒന്നുകൂടെ തിളപ്പിക്കും. ദെൻ അവർ ടീസ് റെഡി. ഗ്ലാസ് ചെറുതാണേലും ടേസ്റ്റ് ടോപ്പ് നോച്ചാണ്. ചായക്കടയിൽ നിന്ന് ഒരാൾ കൂടെ നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട്. ആഷിഖ് ഫ്രം കൊട്ടാരക്കര. നമ്മൾ വന്ന ട്രെയിനിൽ തന്നെയായിരുന്നു പുള്ളിയും. ഫുൾ ഇരുട്ടായതുകൊണ്ട് മുഖം കാണിക്കാനുള്ള ഓപ്ഷൻ തൽക്കാലം ഇല്ല. ഈ റൂട്ടിലും കാഴ്ചകൾക്ക് പഞ്ഞൊന്നുമില്ല. പുഴയും പുൽമേടും മലയും വയലും വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. റോഡ് ഈ റൂട്ടിലും ഇത്തിരി സീനാണ്. ഗട്ടറുകളുടെ മേളമാണ് ഇവിടെ. നമ്മൾ ട്രെക്കിംഗ് പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ ഉള്ളൂ. ഹരിയർ ഫോർട്ടിൻ്റെ പേരെഴുതിയ കവാടമാണ് ഇപ്പം നമ്മൾ ക്രോസ് ചെയ്തത്. ഫൈനലി നമ്മൾ ട്രെക്കിംഗ് പോയിന്റിൽ റീച്ച് ആയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നു. അതിൻ്റെ എല്ലാ ലക്ഷണവും റോഡിലുണ്ട്. ഫുള്ള് പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലുകളുമാണ്. വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ കടയുണ്ട്. വെള്ളം, എന്തെങ്കിലും ചെറിയ സ്നാക്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാം. ഇതാണ് നമ്മുടെ കൂടെയുള്ള ബാക്കി 3 പേര്. ഡ്രൈവർ ബായിക്ക് 500 കൊടുക്കണം. ബാക്കി 500 റിട്ടേൺ ട്രിപ്പിൽ. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല. ഞങ്ങളുടെ പൈസ കൂടെ വന്ന ചെക്കന്മാരാണ് കൊടുത്തത്. അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. ഹരിയർ ഫോർട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ആവശ്യത്തിന് ലിക്വിഡ് ക്യാഷൊക്കെ സെറ്റാക്കി വെച്ചോളാം. പല സ്ഥലങ്ങളിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ദേ ആ മലയുടെ മേലെയാണ് ഹരിയർ ഫോർട്ട്. കോട കാരണം ഫുള്ള് മറഞ്ഞിരിക്കുകയാണ്. ഈ തോടാണ് നമുക്ക് ആദ്യം ക്രോസ് ചെയ്യാനുള്ളത്. ഷമ്മാസും ആൽബിനും 2ഉം കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുറകെ നമ്മളും. ഒന്ന് മലനടിച്ച് വേണതിൻ്റെ അനുഭവത്തിൽ പറയാണ്, ഈ പാറകൾ ഒട്ടും സേഫല്ല. നല്ല തെന്നലുണ്ട്. അത് കഴിഞ്ഞ് ഒരു അരുവിയുണ്ട്. ആ അരുവിയുടെ അപ്പുറവശത്തൂടെയും ആളുകൾ കയറി വരുന്നുണ്ട്. ഒരാൾക്ക് 30 രൂപയാണ് ഇവിടെ എൻട്രി ഫീ. നമ്മളിവിടെ എത്തിയപ്പോൾ അതിൻ്റെ കൗണ്ടറൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. സോ ആ പൈസ ലാഭം. നേരത്തെ എത്തിയാൽ അങ്ങനെ കുറച്ച് ഗുണങ്ങളൂടെ ഉണ്ട്. പുലിയും മയിലും മാനും പരുന്തും കൊക്കൊക്കെ ആയിട്ട് വേറൊരു ചെറിയ കവാടം കൂടെ ഉണ്ട്. ഇതൊക്കെ ചെറിയ ഫുഡിനും വിശ്രമിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളാണ്. മുന്നോട്ട് കുറേ കടകൾ ഇതേപോലെ ഉണ്ട്. 4-5 കിലോമീറ്റർ നമുക്കിങ്ങനെ കുത്തനെ കയറാനുണ്ട്. സംഭവം കുറച്ച് ഹാർഡായി തുടങ്ങിയിട്ടുണ്ട്. ദേ ഒരു ഞണ്ട്. കയറുന്നതിനിടയ്ക്ക് ഇതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ട്രക്കിംഗ് പോയിന്റ് മുതൽ ഒരു പട്ടിസാറ് നമ്മുടെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട്. പട്ടീനെ പേടിയുള്ളൊരു ചങ്കത്തി എല്ലാ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ, അതാണ് ഈ മുതൽ. ദേ പോണ പോക്ക് കണ്ട. ഞങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ മലയാളികൾ തന്നെയാണ്. നല്ലൊരു കിടിലം കയറ്റം കഴിഞ്ഞപ്പോൾ 1-2 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്താണ് പിന്നെ കയറിയത്. പിടിച്ചു കയറാനായിട്ട് കുറച്ച് കൈവരികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആശ്വാസം. ഈ പോയിന്റിൽ റെസ്റ്റ് ചെയ്യാൻ 2-3 ഷെഡുകളുണ്ട്. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മഴയും കോടയും കാടും ഒക്കെ ആയിട്ട് നല്ല കിടിലം വൈബ്. കോട നല്ല കട്ടിയായി വരുന്നുണ്ട്. ഒരു ഊട്ടി കൊടൈക്കനാൽ അറ്റ്മോസ്ഫിയർ. കുറേ കിളികളുടെ ശബ്ദം നല്ല രസത്തിൽ കേൾക്കണുണ്ട്. ഫൈനലി ഓപ്പൺ ആയ ഒരു കട കണ്ടു. മാഗി മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതിങ്ങനെയാണ് ഇവിടെ തീ ആളി കത്തിക്കുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്. 10 രൂപയുടെ ഒരു മാഗി കവർ പൊട്ടിച്ചിട്ട 50 രൂപയാണ് റേറ്റ്. ആ ക്യാഷ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. കാരണം ഇത്രയും വിറകും മറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് 2-3 കിലോമീറ്റർ കയറ്റം കയറുക എന്നുള്ള കച്ചവടമല്ലേ, അത്രയും വാങ്ങാം.
നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. മഴയ്ക്ക് കുറച്ച് സ്ട്രോങ് കൂടിയിട്ടുണ്ട്. എല്ലാവരും റെയിൻകോട്ടൊക്കെ എടുത്തിട്ടു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വേറെയും 2-3 കടകൾ കണ്ടു. ഇപ്പം നമുക്ക് ഹരിയർ ഫോർട്ടിൻ്റെ ഒരു 50% വ്യൂ കിട്ടിയിട്ടുണ്ട്. ഈ കുന്നാണ് ഇനി കയറാനുള്ളത്. ഇപ്പം താഴോട്ട് നോക്കുമ്പോഴുള്ള വിഷ്വൽസാണിത്. കോട കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷേ 2-3 മിനിറ്റ് കഴിഞ്ഞ് അത് വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നു. വീണ്ടും ഒരു വലിയ കയറ്റം, പിന്നെ കുറച്ച് നിരപ്പാണ്. ഈ ഷെഡിന് വലതുവശത്ത് ഒരു വഴിയുണ്ട്, മേലെ ഒരു വ്യൂ പോയിന്റും. ആ വഴി കയറുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു വഴി കൂടെ ഉണ്ട്. അതിലൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ദേ ഈ വഴി മേലെ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്പോട്ട്. ഈ വലിയ പാറയുടെ സൈഡിൽ കൂടെ അള്ളിപ്പിടിച്ചൊക്കെ വേണേൽ നമുക്ക് കയറിപ്പോകാം. താഴെ ഭയങ്കരമായ കുഴിയാണ്. കോട മൂടിയത് കൊണ്ടാണ് ഇതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവാത്തത്. ഇവിടെ നിന്ന് തന്നെ ഓൾമോസ്റ്റ് 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കുരങ്ങ് സാറ് ആരോ കൊടുത്ത ചോളം അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കിട്ടി. ഞങ്ങൾ തിരിച്ചിറങ്ങി കറക്റ്റ് വഴി കൂടെ വീണ്ടും നടക്കാൻ തുടങ്ങി. അവസാനം ഫോർട്ടിൻ്റെ അടിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ബട്ട് കോട മഴ. ദേ ഈ പച്ച റെയിൻകോട്ടിട്ട ചേച്ചി 5-10 മിനിറ്റായിട്ട് കയറാനുള്ള പരിശ്രമത്തിലാണ്. ഉള്ളിൽ ഒരു പേടി കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് എവിടെ നോക്കിയാലും നമുക്ക് കുരങ്ങന്മാരെ കാണാം. ദേ ചെറിയൊരു കുഞ്ഞുമായിട്ട് ഒരു കുരങ്ങ്. അങ്ങനെ നമ്മുടെ ചേച്ചി സക്സസ് ആയിരിക്കുകയാണ്. ഷീ മേഡ് ഇറ്റ്. തെലുങ്ക് പീപ്പിൾസ് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കയറിയ പാറ അവസാനിക്കുന്നത് ഇവിടെയാണ്. ചെക്കന്മാർ റീലൊക്കെ എടുക്കുന്ന മെയിൻ സ്പോട്ടിലൊന്ന്. നല്ല ഡേഞ്ചറാണ്. അവിടെയും നമ്മൾ കയറിയിട്ടുണ്ട്. ഹരിയർ ഫോർട്ടിൻ്റെ ആ 110 സ്റ്റെപ്പുകൾ നമ്മൾ കയറാൻ തുടങ്ങുകയാണ്. ഓരോ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെയുള്ള കുഴികൾ കാണും, ചെറിയ കുഴികൾ. അതിൽ അള്ളിപ്പിടിച്ച് വേണം കയറാനായിട്ട്. ഈ മെത്തേഡിൽ നമുക്ക് സിമ്പിളായിട്ട് കയറി പോവാം, ഒരു പേടിയില്ലാതെ. മഴവെള്ളം നന്നായിട്ട് ഒലിച്ചിറങ്ങുന്നുണ്ട്. വഴുക്കൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സ്റ്റെപ്പ് മൊത്തം കയറി തീർത്ത അഭിമാനത്തിൽ നമ്മുടെ ചങ്കത്തി മേലെ നിന്ന് വിക്ടറി സൈനൊക്കെ കാണിക്കുന്നുണ്ട്. സ്റ്റെപ്പ് അവസാനിക്കുന്ന ഡോറ് നിൽക്കുമ്പോൾ താഴെയുള്ള വ്യൂ ഇതാണ്. ഈ ഡോറ് തുറന്നു വരുന്ന വീഡിയോ എടുക്കുന്നതാണ് അടുത്ത കലാപരിപാടി. ആ കീഴ്വഴക്കം ഞങ്ങളും തെറ്റിച്ചില്ല. ഹരിയർ ഫോർട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ്, യൂട്യൂബ് വീഡിയോയിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന സ്പോട്ട് ഇതാണ്. താഴെ നിന്ന് വല്ല ശത്രു സൈന്യവും പന്തവും കൊളുത്തി വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഈ ഓട്ടം ഉണ്ടാക്കിയത്. കോട ഇല്ലായിരുന്നെങ്കിൽ നമുക്കും നല്ല സ്റ്റണ്ണിങ് വ്യൂസ് കിട്ടുമായിരുന്നു. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. വെരി കെയർഫുള്ളി. നമ്മൾ യൂസ് ചെയ്ത പ്ലാസ്റ്റിക് കവേഴ്സും ബോട്ടിൽസും ഒക്കെ അവിടെ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് നല്ല ചെറ്റത്തരാണെന്ന് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാനാവുന്നില്ല. പിന്നെ വരുന്ന ആൾക്കാർക്കൊക്കെ അത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ബായിയുടെ പേര് യുവരാജ് ബൊബാഡെ. യുവരാജ് നമുക്കൊക്കെ ഇപ്പോഴും ഒരു ഫയർ ഫീലാണല്ലോ. ഫ്രണ്ട്സ് പേര് വിളിക്കുന്ന കേട്ടാണ് പരിചയപ്പെട്ടത്. താഴെ നിന്ന് കയറാൻ ബുദ്ധിമുട്ടിയ ചേച്ചി നമ്മളെക്കാൾ മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാനൊന്ന് ചോദിച്ചു. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായതിന്റെ റബ്ബിന്റെ കാവല്. ഇങ്ങനെ എന്തോ ആയിരിക്കണം പുള്ളിക്കാരി ഇംഗ്ലീഷിൽ പറഞ്ഞത്. നമ്മളിപ്പോൾ ഏകദേശം 3600 അടി ഉയരത്തിലാണ്. ഉയരം കൂടുന്തോറും ചാട സ്വാദ് കൂടുന്നു പറഞ്ഞ ലാലേട്ടൻ്റെ തിയറി ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ നമുക്ക് വഴിയൊന്നുമില്ല. ബട്ട് ഈ ഷെഡിൻ്റെ നടുക്കൂടെ മേലോട്ട് കയറാനൊരു വഴിയുണ്ട്. വിശ്രമിക്കാനായി ഷെഡുകൾ ഇനിയുണ്ട്. എന്തേലും തിന്നാനും കുടിക്കാനൊക്കെ കിട്ടുന്ന അവസാനത്തെ ഷെഡാണ് താഴത്തത്. നടന്നു കാണാൻ ഇനി ഒരുപാടുണ്ട്. കാറ്റ് നല്ല ശക്തിയിലടിക്കുന്നുണ്ട്, മഴയും. ഈ കോടേൻ്റെ ഇടയിലൂടെ വഴി കണ്ടുപിടിച്ച് പോകുന്നതാണ് ഇനിയുള്ള ഏറ്റവും വലിയ ടാസ്ക്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ല സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്നാണ് അവരെ കണ്ടത്. ഷമ്മാസും ആൽബിനും ആഷിക്കൊക്കെ ട്രെക്കിങ് ഫിനിഷ് ചെയ്തുള്ള വരവാണ്. ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. പിന്നെ ഒരു റെസ്റ്റിംഗ് പോയിന്റ്, അതിനരികെ കുറച്ച് പ്രതിഷ്ഠകൾ, അതിൻ്റെ മുന്നിൽ വലിയൊരു കുളം. ഇത് ഏത് ദൈവമെന്ന് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. വേറെ ശിവനും ഹനുമാസ്വാമിയും ഒക്കെ ഉണ്ട്. ഈ മനുഷ്യൻ വലിയ ഭക്തനാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ദൈവങ്ങളൊന്നുമല്ല, ആരൊക്കെയോ ജസ്റ്റ് കല്ലിന് മുകളിൽ കല്ല് കയറ്റി വെച്ചതാണ്.
ഇനി നമ്മൾ പോകുന്നത് ഹരിയർ ഫോർട്ടിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലോട്ടാണ്. ദേ ഇതാണ് ഐറ്റം. ഇത് കയറുന്നത് അത്ര എളുപ്പമല്ല. ഇനി അഥവാ കയറിപ്പോയാൽ തന്നെ ഇറങ്ങുന്നത് കുറച്ച് വലിയ ടാസ്ക്കാണ്. പക്ഷേ ചുറ്റും ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ടും അവരൊക്കെ ഹെൽപ്പിംഗ് മൈൻഡ് ആയതുകൊണ്ടും എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ പോയിന്റ് കയറി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. 13ാമത്തെ നൂറ്റാണ്ടിൽ യാദവ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഹരിയർ ഫോർട്ട് ഛത്രപതി ശിവജി മഹാരാജ് കീഴടക്കുന്നത് 17ാമത്തെ നൂറ്റാണ്ടിലാണ്. പിന്നീട് മുഗൾസും മറാത്ത രാജാക്കന്മാരും ഈ ഫോർട്ടിന് വേണ്ടി നിരന്തരം യുദ്ധങ്ങളുണ്ടായി. വിജയം കൂടുതൽ നിന്നത് മറാത്തികൾക്കൊപ്പമായിരുന്നു. ശിവജിയുടെ മരണശേഷം മറാത്ത സാമ്രാജ്യത്തിലെ 2ാമത്തെ പവർ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പെഷ്വാസിന്റെ കയ്യിലായി കോട്ടയുടെ നിയന്ത്രണം. 19ാം നൂറ്റാണ്ടായതോടുകൂടി ബ്രിട്ടീഷുകാരുടെ കയ്യിലും. ഈ പ്രദേശം മൊത്തത്തിൽ നിരീക്ഷിക്കാനുള്ള ഒരു സർവൈലൻസ് പോയിന്റ് ആയാണ് ബ്രിട്ടീഷുകാർ ഇതിനെ പ്രയോജനപ്പെടുത്തിയത്. ബിക്കോസ് 360 ഡിഗ്രി കംപ്ലീറ്റ് വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുക. കോട വന്ന് മൂടിയില്ലായിരുന്നെങ്കിൽ നമ്മൾക്കും ആ മൈൻഡ് ബ്ലോയിങ് വ്യൂ കിട്ടിയേനെ. ഹനുമാന്റെയും ശിവജിയുടെയും ഇന്ത്യയുടെയും കൊടികളാണ് ഈ പോയിന്റിൽ മെയിനായി പാറിക്കളിക്കുന്നത്. ശിവജി സൂക്തങ്ങൾ ഉരുവിടുന്ന ഭക്തന്മാരാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച. പാവം പാട്ട് മറന്നുപോയി. പക്ഷെ കാണാപ്പാടം പഠിച്ച് പുള്ളി പിന്നെ വന്നു. അതിൽ സക്സസ് ആയി. ഞങ്ങളെല്ലാം ജയ വിളിച്ച് സപ്പോർട്ടും ചെയ്തു. ശ്രീമന്ത് രാജാ ശിവഛത്രപതി മഹാരാജ് കി ശ്രീമന്ത് ശ്രീമന്ത് രാജാ ശിവഛത്രപതി മഹാരാജ് കി. അവിടെ കൈ പിടിക്കാൻ പറ്റും. ഒരു ഗ്യാപ്പ് തിരിയണം. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങാണ്. ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. നോക്കി ഇറങ്ങിയില്ലേൽ പണി വാളാൻ ചാൻസ് ഉണ്ട്. തലയടിച്ച് വീഴുന്നത് പാറയിലായിരിക്കും. പണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന പടയാളികളുടെ ധാന്യപ്പുരയാണ് നമ്മുടെ അടുത്ത കാഴ്ച. ദേ ഇതാണ് ഐറ്റം. ഇതിനു ചുറ്റും ചതുരാകൃതിയിൽ ഒരുപാട് ജലസംഭരണികൾ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല വലിയൊരു കുളവും ഇതിനടുത്തായിട്ടുണ്ട്. ഹിന്ദിയിലും മറാഠിയിലൊക്കെ ആയിട്ട് കുറച്ച് എഴുത്തുകളല്ലാതെ ധാന്യപ്പുരയുടെ അകത്ത് കാര്യമായിട്ടൊന്നും കാണാനില്ല. ഇതിൻ്റെ മുകളിൽ കയറി ഒരു ടീം വഴിപടിക്കുന്നുണ്ട്. ഫുള്ള് മലബാർ ടീംസാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്. എറണാകുളത്തിന് താഴെ നിന്ന് അധികം ആൾക്കാരെയൊന്നും കണ്ടില്ല. ഇതോടുകൂടി ഇവിടെയുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദേ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുയി. ട്രെക്കിങ്ങിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ടാണ് ഇനി ഇറക്കം. യാത്ര പറയാൻ കുട്ടികളൊക്കെ ആയിട്ട് വിത്ത് ഫുൾ ഫാമിലി അവരെത്തിയിട്ടുണ്ട്. ചില പോയിന്റ്സ് അവർ കയറി ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 5-10 മിനിറ്റൊക്കെയാണ് വെയിറ്റ് ചെയ്തത്. മെയിൻ കവാടം ഇപ്പോൾ ഫുള്ള് ക്രൗഡാണ്. താഴെ നിന്ന് ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട്. അരമണിക്കൂർ ഇവിടെയും പോസ്റ്റായി. കോട കുറച്ചൊന്ന് മാറിയപ്പോൾ കിട്ടിയ വ്യൂ ആണ്. സ്റ്റെപ്പിലെ കുഴിയിൽ കൈ ടൈറ്റ് ചെയ്ത് പിടിച്ച് തിരിഞ്ഞു നിന്നാണ് കൂടുതൽ പേര് ഇറങ്ങുന്നത്. ഞാൻ സ്റ്റെപ്പിൽ നേരെ ഇരുന്ന് പതുക്കെ പതുക്കെയാണ് ഇറങ്ങുന്നത്. വീഡിയോ എടുക്കാനൊക്കെ അതാണ് സൗകര്യം. ഓരോരുത്തർക്കും ഏതാണോ കംഫർട്ട് അങ്ങനെ ഇറങ്ങിയാൽ മതിയാവും. നന്നായിട്ട് ശ്രദ്ധിച്ചിറങ്ങാം, അത്രയേ ഉള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്തിയിട്ടുണ്ട്. അണ്ണന്മാർ അവിടെയുണ്ട്. ഹരിയർ ഫോർട്ട് ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യണം, എത്ര ചിലവ് വരും എന്നൊക്കെയുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നുണ്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ ഹരിയർ ഫോർട്ട് അഡ്വഞ്ചറസ് ട്രക്കിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ കണ്ടത്ര അഡ്വഞ്ചറൊന്നും നമുക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. ഏറെക്കുറെ എല്ലാം സ്മൂത്തായിരുന്നു. ഹരിയർ ഫോർട്ടിൻ്റെ ക്ലിയർ കട്ട് വ്യൂസ് ഒക്കെ കിട്ടാൻ മഴ ഇല്ലാത്തപ്പോൾ വരുന്നതായിരിക്കും നല്ലത്. ബട്ട് ഹരിയർ ഫോർട്ടിൻ്റെ ബ്യൂട്ടി ശരിക്കും ഫീൽ ചെയ്യണേൽ കുറച്ച് മഴയും മഞ്ഞൊക്കെ വേണം. അത് ഞങ്ങൾക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. മൺസൂണിലെ ഹരിയർ ഫോർട്ട് ട്രെക്കിംഗ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും മെമ്മറബിൾ ആവുന്നതും. സോ ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതും മൺസൂൺ ടൈമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടുതൽ ട്രാവൽ ആൻഡ് ട്രെക്കിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക.